الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم عباد الله وإياي بتقوى الله أعوذ بالله من الشيطان الرجيم آمن الرسول بما أنزل إليه من ربه والمؤمنون كل آمن بالله وملائكته وكتبه ورسله لا نفرق بين أحد من رسله وقالوا سمعنا وأطعنا غفرانك ربنا وإليك المصير. സൃഷ്ടാവും പ്രപഞ്ചനാഥനുമായ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യം എന്നോടും പിന്നീട് നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു. പരമകാരുണ്യകനായ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നെല്ലാം അള്ളാഹു നാം ഏവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. പ്രിയ സഹോദരങ്ങളെ, കഴിഞ്ഞ ആഴ്ച നാം പെരുന്നാൾ ദിവസം ജുമാ ഖുതുബയിൽ അള്ളാഹു തൻ്റെ ദാസന്മാരോട് എത്രമാത്രം കരുണയാണ്, സ്നേഹമാണ് കാണിക്കുന്നത് എന്ന വിഷയത്തിൽ ദുനിയാവിലും ആഖിറത്തിലും ലഭിക്കേണ്ട നന്മയ്ക്ക് എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന പ്രാർത്ഥന അള്ളാഹു തന്നെ പഠിപ്പിച്ചു തരുന്ന കാര്യം നാം മനസ്സിലാക്കി. ഇടറി വീണ് പോയേക്കാവുന്ന ദാസന്മാരെ റബ്ബ് ചേർത്ത് നിർത്തി റബ്ബിൻ്റെ സംരക്ഷണത്തിലേക്ക് കൊണ്ടുവരുന്ന അവസ്ഥ അത്ഭുതകരമായിട്ടാണ് പരിശുദ്ധ ഖുർആൻ നമുക്ക് വിശദീകരിച്ചു തരുന്നത്. എൻ്റെ ദാസൻ ഇങ്ങനെ വിശ്വസിക്കുന്നു, എൻ്റെ ദാസൻ ഇങ്ങനെ പറയുന്നു, എൻ്റെ ദാസൻ ഇങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് അള്ളാഹു പറയുക. ആ വിശ്വസിച്ച വിശ്വാസിയല്ല പറയുന്നത്, തിരിച്ച് റബ്ബുൽ ആലമീനായ തമ്പുരാൻ പ്രഖ്യാപിക്കുകയാണ്, എൻ്റെ ദാസൻ ഇങ്ങനെയാണ്. ഏറ്റവും നല്ല ഉദാഹരണമാണ് സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ 2 വചനങ്ങൾ. പൊതുവെ നമുക്കൊക്കെ അറിയുന്നതാണത്. നമ്മൾ നമസ്കാര ശേഷവും ഉറങ്ങുന്നതിന് മുമ്പൊക്കെ ആമന റസൂൽ ഓതുന്നവരാണ്. അർത്ഥം ആഗ്രഹിക്കുന്നവർ ഒരുവിധം അത് മനസ്സിലാക്കി വെച്ചിട്ടുമുണ്ട്. എന്നാൽ അതിൻ്റെ ഉള്ളിൽ അള്ളാഹു സന്നിവേശിപ്പിച്ചിട്ടുള്ള പൊരുളറിയുമ്പോഴാണ്, ഏത് പശ്ചാത്തലത്തിലാണ് ഈ ആയത്തിറങ്ങാൻ കാരണമായത് എന്ന് അറിയുമ്പോഴാണ് ഒരു പരിഭാഷക്കപ്പുറം, പരിഭാഷപ്പെടുത്തിയാൽ നമുക്കറിയാം, ആമന റസൂൽ ബിമാ ഉൻസില ഇലൈഹി മിൻ റബ്ബിഹി, റബ്ബിൽ നിന്ന് അവതരിപ്പിച്ച് കിട്ടിയതിൽ ആ ഖുർആനിൽ അല്ലാഹു റസൂൽ വിശ്വസിച്ചിരിക്കുന്നു. അല്ലാഹു പറയാം, അല്ലാഹുവിൻ്റെ റസൂൽ ആ ഖുർആനിൽ വിശ്വസിച്ചിരിക്കുന്നു. വൽ മുഅ്മിനൂന കുല്ലുൻ ആമന ബില്ലാഹ്, മുഴുവൻ സത്യവിശ്വാസികളും അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരാണ്. വ മലായികത്തിഹി, അള്ളാഹിൻ്റെ മലക്കുകളിൽ വിശ്വസിക്കുന്നവരാണ് അവർ.
വകുതുബിഹി അള്ളാഹിൻ്റെ കിതാബുകളിൽ വിശ്വസിക്കുന്നവരാണ്, വറുസുലിഹി അള്ളാഹുവിൻ്റെ ദൂതന്മാരിലൊക്കെയും മുഴുവൻ സത്യവിശ്വാസികളും വിശ്വസിച്ചിരിക്കുന്നു. അവരുടെ സമീപനം എങ്ങനെയാണ്? ഒരു ദൈവദൂതന്മാരിലും വ്യത്യാസം കൽപ്പിക്കുകയില്ല. വഖാലു അവർ പറയുന്നത് എങ്ങനെയാണ്? അള്ളാഹ് പറയാ മുഅ്മിനീങ്ങളെ പറ്റി, സമിഅനാ വഅതഅനാ, ഞങ്ങൾ കേട്ടു റബ്ബേ, നിന്റെ കൽപ്പന ഞങ്ങൾ കേട്ടു, വഅതഅനാ, ഞങ്ങൾ അനുസരിച്ചിരിക്കുന്നു എന്ന് പറയുന്നവരാണ് മുഴുവൻ വിശ്വാസികളും. ഗുഫ്റാനക റബ്ബേ, നിന്നോട് ഞങ്ങൾ പൊറുക്കലിനെ ചോദിക്കുന്നു. വഇലൈക്കൽ മസീർ, ഞങ്ങളുടെ മടക്കം നിന്നിലേക്ക് തന്നെയാണല്ലോ റബ്ബേ. ഇത് അതിൻ്റെ ഭാഷാർത്ഥം. സാധാരണ ആയത്തുകളിൽ നിന്ന് എന്തെങ്കിലും ഒരു വ്യത്യാസമുള്ളതായിട്ട് നമുക്ക് തോന്നൂല. പക്ഷേ ഇത് ഇറങ്ങാനുണ്ടായ കാരണം ഈ കേട്ട ആമന റസൂല തൊട്ടു മുമ്പത്തെ ആയത്തിറങ്ങിയത് കൊണ്ടാണ്. നിങ്ങൾ കേട്ടത് 285, പിന്നെ വരുന്ന അവസാന ആയത്ത് 286 ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ. ഈ ആമന റസൂല തൊട്ടു മുമ്പ് ഒരായത്തുണ്ട്, ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് വഇൻ തുബ്ദൂ മാ ഫീ അൻഫുസികും ഔ തുഖ്ഫൂഹു യുഹാസിബുകും ബില്ലാഹ് ഫയഗ്ഫിറു ലിമൻ യശാഉ വയുഅദ്ദിബു മൻ യശാഉ വല്ലാഹു അലാ കുല്ലി ശൈഇൻ ഖദീർ. 6000 ചില്ലാനം ആയത്തുകളിൽ ഇങ്ങനെ ഒരായത്ത് വേറെയില്ല. അതായിരുന്നു പ്രശ്നം. എന്താ ഇതിന് പറഞ്ഞത്? ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്, ആകാശങ്ങളിലും ഭൂമിയിലും ഉള്ളതെല്ലാം അല്ലാഹുവിനുള്ളതാണ്. വഇൻ തുബ്ദൂ മാ ഫീ അൻഫുസികും, നിങ്ങളുടെ മനസ്സിലുള്ള കാര്യം നിങ്ങൾ വെളിക്കി പറഞ്ഞാലും, ഔ തുഖ്ഫൂഹു, നിങ്ങൾ രഹസ്യമാക്കിയാലും, യുഹാസിബുകും ബില്ലാഹ്, അല്ലാഹു നിങ്ങളെ വിചാരണ ചെയ്യുക തന്നെ ചെയ്യും. ഫയഗ്ഫിറു ലിമൻ യശാ, അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കും. വയുഅദ്ദിബു മൻ യശാ, അല്ലാഹു ഉദ്ദേശിക്കുന്നവരെ അല്ലാഹു ശിക്ഷിക്കും. വല്ലാഹു അലാ കുല്ലി ശൈഇൻ ഖദീർ, അല്ലാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ്. പ്രിയ സഹോദരങ്ങളെ, ശ്രദ്ധിച്ചു മനസ്സിലാക്കൂ. ഇങ്ങനെ ഒരായത്ത് ഖുർആനിൽ വേറെയില്ല. ഈ ആയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് ഓതിക്കേൽപ്പിച്ചപ്പോൾ അവർ ഞെട്ടിപ്പോയി, ഭയപ്പെട്ടുപോയി. കാരണം ഖുർആനിൽ അനേകമായിട്ടുകളുണ്ട്. നിങ്ങൾ രഹസ്യമാക്കിയാലും പരസ്യമാക്കിയാലും നിങ്ങളുടെ റബ്ബ് അറിയുക തന്നെ ചെയ്യുമെന്ന് അനേകം സൂറത്തുകളിൽ അനേകം തവണ ആവർത്തിച്ചിട്ടുണ്ട്. ഈ ആയത്തിൽ മാത്രം പറഞ്ഞത് അറിയുന്നല്ല, യുഹാസിബുകും ബിഹില്ലാഹ്, നിങ്ങളുടെ മനസ്സിൽ സൂക്ഷിച്ചതിന്റെ പേരിലും നിങ്ങൾ വിചാരണ ചെയ്യപ്പെടും. ഞെട്ടിപ്പോയവര്, സങ്കടപ്പെട്ടു പോയവര്. മനുഷ്യനല്ലേ, മനസ്സിൽ എന്തെല്ലാം വിചാരങ്ങൾ വരും, അതൊന്നും നമ്മ പറയുകയും ചെയ്യൊന്നുമില്ല. അവർ റസൂലുള്ളാഹിയുടെ അടുക്കൽ വന്നു. റസൂലിന്റെ കാലിൽ അവര് സ്പർശിച്ചുകൊണ്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹു ഞങ്ങളോട് നമസ്കരിക്കാൻ കൽപ്പിച്ചു, ഞങ്ങൾ നമസ്കരിക്കുന്നു. സക്കാത്ത് കൊടുക്കാൻ പറഞ്ഞു, സക്കാത്ത് കൊടുക്കുന്നു. അല്ലാഹു ഞങ്ങൾക്ക് നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുന്നില്ല. എന്നാലും റസൂലേ, ഞങ്ങൾ മനുഷ്യരല്ലേ, മനസ്സിൽ വന്നു പോകുന്ന വിചാരത്തിന് ഞങ്ങൾക്ക് എങ്ങനെ തടയാൻ കഴിയും? ആ വിചാരത്തിന് റബ്ബ് ഞങ്ങളെ വിചാരണ ചെയ്താൽ ഞങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്ന ഒരാളും തന്നെ ഉണ്ടാവില്ലല്ലോ. റസൂലുള്ള കരുണയോടെ അവരോട് നോക്കിയിട്ട് പറഞ്ഞു, മുൻഗാമികൾക്ക് പറ്റിയ അബദ്ധം നിങ്ങൾക്ക് പറ്റരുത്. നിങ്ങൾ പറഞ്ഞോളൂ, സമീഅനാ വഅതഅനാ എന്ന് പറയൂ. ഈ ആയത്തോതിയാൽ നിങ്ങൾ അങ്ങനെ പറയൂ, സമീഅനാ വഅതഅനാ, റബ്ബേ നീ എന്ത് പറഞ്ഞാലും ഞങ്ങൾ അനുസരിച്ചിരിക്കും എന്നല്ലാത്തൊരു വർത്തമാനം നിങ്ങളിൽ നിന്നുണ്ടാവരുത്. കാരണം ധിക്കാരികളായ വലിയ
ഇസ്രായേലുകൾ സമിഅനാ വഅസൈനാ എന്ന് പറഞ്ഞവരാണ്. ഞങ്ങൾ കേട്ടു, പക്ഷെ ഞങ്ങൾക്കൊന്നും എടുക്കാൻ പറ്റില്ല, ഞങ്ങൾ ഇരിക്കാൻ എന്നത് നിങ്ങളിൽ നിന്നുണ്ടാവരുത്. നിങ്ങളിൽ നിന്നുണ്ടാവേണ്ടത് അള്ളാഹ് പറഞ്ഞല്ലോ, വഇദ് അഖദ്നാ മീസാഖക്കും വറഫഅനാ ഫൗഖക്കും അത്തൂർ. ബനി ഇസ്രായേലിനോട് അള്ളാഹ് പറഞ്ഞു, നിങ്ങളുമായി നാം കരാർ സ്വീകരിച്ച സന്ദർഭം. വറഫഅനാ ഫൗഖക്കും അത്തൂർ, പർവ്വതത്തെ നിങ്ങൾക്ക് മീതെ ഉയർത്തി. ഖുദൂ മാ ആതൈനാകും ബിഖുവ്വത്തിൻ, നിങ്ങൾക്ക് നാം നൽകിയ വേദഗ്രന്ഥത്തിലെ നിയമങ്ങളെ നിങ്ങൾ പാലിക്കുക. വസ്മഉ, ശ്രദ്ധിച്ചു കേട്ടനുസരിക്കുക. ഖാലൂ, ബനി ഇസ്രായേലുകൾ പറഞ്ഞത് സമിഅനാ വഅസൈനാ, ഞങ്ങൾ കേട്ട് എടുക്കാൻ പറ്റില്ല, അന്ന് ഞങ്ങൾക്ക് ചെയ്യാൻ കൂടൂല, ഇതൊക്കെ സംഭാഷണ ഞങ്ങൾക്ക് കൂടൂല എന്ന് പറഞ്ഞു. അൽ-ബഖറ 93-ാമത്തെ ആയത്തിൽ ബനി ഇസ്രായേലുകളെ പറ്റി പറഞ്ഞു. അതുകൊണ്ട് റസൂലുള്ളാഹി പറഞ്ഞു, ഒരിക്കലും നിങ്ങളുടെ നാവിൽ നിന്ന് ഞങ്ങൾക്കിത് അനുസരിക്കാൻ കഴിയില്ല എന്ന ഒരു ശൈലിയിൽ ഒരു വാക്ക് പുറത്തേക്ക് വരരുത്. പകരം ഇന്നമാ കാന ഖൗലൽ മുഅ്മിനീന ഇദാ ദുഉ ഇലല്ലാഹി വറസൂലിഹി, അല്ലാഹുവിലേക്കും റസൂലിലേക്കും മുഅ്മിനീങ്ങൾ ക്ഷണിക്കപ്പെട്ടാൽ അവരുടെ വർത്തമാനം ലിയഹ്കുമ ബൈനഹും, അവർക്കിടയിൽ തീർപ്പെടുക്കാൻ വേണ്ടി അല്ലാഹുവിലേക്കും റസൂലിലേക്കും ക്ഷണിക്കപ്പെട്ടാൽ മുഅ്മിനീങ്ങളുടെ വർത്തമാനം അയ്യഖൂലു സമിഅനാ വഅതഅനാ, അവരിങ്ങനെ പറയുള്ളൂ, ഞങ്ങൾ കേട്ടു റബ്ബേ, നിന്റെ കൽപ്പനകൾ അറിഞ്ഞു, ഞങ്ങൾ അനുസരിച്ചിരിക്കുന്നു. വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് വിജയികൾ. സഹാബത്ത് അങ്ങനെ പറയാൻ തുടങ്ങി, സമിഅനാ വഅതഅനാ. ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാന്നിധ്യത്തിൽ ഇരിക്കെ, ഇടക്കിടക്ക് ജിബ്രീൽ അലൈഹിസ്സലാം റസൂലിൻ്റെ അടുത്ത് വഹിയായിട്ട് വരുവാണ്. അങ്ങനെ വന്നിരിക്കുന്ന സന്ദർഭത്തിൽ ആകാശത്തിൽ ഭയങ്കരമായൊരു ശബ്ദം കേട്ടു. ജിബ്രീൽ മുകളിലേക്ക് നോക്കി, റസൂലുള്ളാഹി മുകളിലേക്ക് നോക്കി. എന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആകാശത്തിൻ്റെ ഒരു വാതിൽ തുറന്ന ശബ്ദമാണ് താങ്കൾ കേട്ടത്. ജിബ്രീൽ വിശദീകരിച്ചു കൊടുക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആകാശത്തിൻ്റെ ഒരു വാതിൽ തുറന്നതാണ് താങ്കൾ കേട്ടത്. ആ വാതിൽ ഇതിനു മുമ്പ് തുറന്നിട്ടില്ല, ആദ്യമായിട്ടാണ് ആ വാതിൽ തുറന്നത്. അതിൽ നിന്നൊരു മലക്ക് ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നു റസൂലേ, ആ മലക്ക് ഇതിനു മുമ്പ് ഭൂമിയിലേക്ക് വന്നിട്ടില്ല. അതാ മലക്കെത്തി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹിസ്സലാം സലാം ചൊല്ലി, എന്നിട്ട് പറഞ്ഞു, അബ്ശിർ ബിനൂറൈനി, രണ്ട് പ്രകാശം കൊണ്ട് സന്തോഷിച്ചു കൊള്ളുക നബിയേ. താങ്കൾക്ക് മുമ്പ് ഒരു ദൂതനോ ഒരു സമൂഹത്തിനോ നൽകപ്പെടാത്ത രണ്ട് പ്രകാശം, അത് താങ്കൾക്കും താങ്കളുടെ ഉമ്മത്തിനും മാത്രമായി അല്ലാഹു നൽകിയിരിക്കുന്നു, സന്തോഷിച്ചു കൊള്ളുക. ഒന്ന് അൽ-ബഖറ സൂറത്തിന്റെ അവസാനത്തെ 2 ആമന റസൂൽ തുടങ്ങി അവസാനിക്കുന്നത് വരെ. രണ്ടാമത്തെ പ്രകാശം സൂറത്തുൽ ഫാത്തിഹ, അത് മുമ്പൊരു സമുദായത്തിലും ലഭിച്ചിട്ടില്ല. അത് മുഹമ്മദ് ലഭിക്കും. ആ മുഹമ്മദ് നബിയുടെ ഉമ്മത്തിനും പ്രത്യേകമായി അല്ലാഹു നൽകുന്ന സമ്മാനമാണ്. അവർ പറഞ്ഞല്ല, ഞങ്ങൾ റസൂൽ പറഞ്ഞു കൊടുത്തില്ലേ, ധിക്കരിക്കല്ലേ, ഞങ്ങൾ എന്തു പറഞ്ഞാലും അനുസരിക്കാന്ന് പറയൂ എന്ന് പറഞ്ഞില്ലേ. അള്ളാഹു അതിന്റെ സമ്മാനമായിട്ടാണ്. ഇനി ഒന്ന് കേട്ടു, ആമന റസൂൽ ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി, റബ്ബിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ട ഖുർആനിൽ ആദ്യം വിശ്വസിക്കുന്ന ആൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി പറയലില്ല, ഞാൻ വിശ്വസിക്കുന്നു, അള്ളാഹ് പറയാം, അള്ളാഹ് സർട്ടിഫിക്കറ്റ് നൽകാം. എല്ലാ മുഅ്മിനീങ്ങൾക്കും ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കണം. അള്ളാഹുവിലും മലക്കുകളിലും കിതാബിലും മുർസലീങ്ങളിലും ഞങ്ങളുടെ റസൂല് കേമനാണ്. മറ്റേ സമുദായത്തിൽ വന്ന ഈസാ നബി അത്ര കേമനല്ല.
മൂസാണെങ്കിൽ എത്ര കേമനല്ല എന്ന് മുഅ്മിനീങ്ങൾ പറയില്ല. എല്ലാ ദൈവദൂതന്മാരെയും ആദരിക്കുന്നവരാണ്, സ്നേഹിക്കുന്നവരാണ് മുഅ്മിനീങ്ങൾ. അവര് തിരിച്ച് മുഹമ്മദ് നബിയെ എന്തെങ്കിലും മോശം പറഞ്ഞാലും തിരിച്ചൊരു റസൂലിനെ കുറിച്ചോ ഒരു നബിയെ കുറിച്ചോ നമ്മൾ മോശമായി സംസാരിക്കില്ല. വഖാലു, അവര് പറയുന്നത് അള്ളാഹുവിനെയാണ്. സമീനാവാത്താന കേട്ടാ, അത് ആയത്തായിട്ട് നടക്കണം. നബി പറഞ്ഞില്ല ഇങ്ങനെ പറഞ്ഞാൽ മതി, ധിക്കരിക്കണ്ട, ഞങ്ങൾക്ക് പാലിക്കാൻ പറ്റില്ലാന്ന് വിചാരം മനസ്സിൽ വരരുത്. എന്തു പറഞ്ഞാലും റബ്ബേ ഞങ്ങൾ അനുസരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മതി. അള്ളാഹ് സർട്ടിഫിക്കറ്റാക്കി മാറ്റി. എന്നാലും റബ്ബേ മനുഷ്യരല്ലേ, അബദ്ധങ്ങൾ പറ്റില്ലേ, നിന്നോട് പൊറുക്കലിനെ ചോദിക്കുന്നു. വഹിലേക്കൽ മസീർ, അവസാനം മടങ്ങി വരേണ്ടത് നിന്റെ അടുത്തേക്കല്ലേ. എന്താണോ മുഅ്മിനീങ്ങൾ ആഗ്രഹിച്ചത് അത് അള്ളാഹു ആകാശലോകത്തുനിന്ന് ഇറക്കിക്കൊടുക്കുകയാണ്. അപ്പൊ ഇത് നമ്മൾ നമസ്കാര ശേഷവും ഉറങ്ങുന്നതിന് മുമ്പും ഇത് പാരായണം ചെയ്യണം. ആയത്തുൽ കുർസി പാരായണം ചെയ്യുന്ന പോലെ തന്നെ ഇതും നമ്മൾ പാരായണം ചെയ്യണം. ആ പാരായണം ചെയ്യുമ്പോൾ മനസ്സിൽ തട്ടിപ്പറയണം, മനപ്പാടം പറഞ്ഞു പോകണ്ട. അതുകൊണ്ടാണ് ഈ ആയത്തിറങ്ങാനുള്ള പശ്ചാത്തലവും അതിൻ്റെ ഗൗരവവും അതിൻ്റെ ശ്രേഷ്ഠതയും നിങ്ങളെ ബോധ്യപ്പെടുത്തി തരുന്നത്. ഇത് വേറെ സമുദായത്തിന് ലഭിച്ചിട്ടില്ല, മുസ്ലിം ഉമ്മത്തിന് മാത്രമായി അള്ളാഹു നൽകിയ സമ്മാനമാണ്. റബ്ബ് നൽകുന്ന സമ്മാനങ്ങളെ സ്വീകരിക്കാനും ദുനിയാവിൽ അതിൽ സമാധാനമടയാനും പരലോകത്ത് സ്വർഗത്തിൽ പ്രവേശിക്കാനും കാരണമാക്കുന്ന വിധം നരകവിമുക്തി അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്. اللهم صل على محمد وعلى آل محمد. أيها الناس أوصيكم عباد الله وإياي بتقوى الله. അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു. പ്രിയ സഹോദരങ്ങളെ, അവസാനത്തായിട്ട് അൽ ബഖറയിലെ ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വസ്അഹാ. മുഅ്മിനീങ്ങൾക്ക് ആശ്വാസം പകരാണ് റബ്ബ്. നിങ്ങൾക്ക് പറ്റാത്തതൊന്നും അള്ളാഹ് നിങ്ങളോട് കൽപ്പിക്കില്ല, നിർബന്ധിക്കില്ല. ഒരു നഫ്സിന്, വ്യക്തിക്ക് പറ്റാത്ത കാര്യം അള്ളാഹു കൽപ്പിക്കുകയില്ല. ഞങ്ങൾക്ക് പാലിക്കാൻ പറ്റാത്തതാണല്ലോ എന്ന് സങ്കടപ്പെട്ടില്ലേ? ആശ്വസിപ്പിക്കാൻ അള്ളാഹ് ഇല്ല. ഒരു വ്യക്തിക്ക് പറ്റാത്തത് ഒന്നും അള്ളാഹ് കൽപ്പിക്കില്ല. അതിൽ ഒരു അപകടമുള്ള സൂചന കൂടിയുണ്ട്. ഈ അർത്ഥമാണ് എല്ലാവരും പറയുന്നത്. ഏത് ആശ്വാസം കിട്ടിയത്? പറ്റാത്തതുള്ള പറയില്ലല്ലോ. ശരിയാണെങ്കിൽ പറ്റാത്തത് പറയില്ല. അങ്ങനെ വേറെ അർത്ഥമില്ലേന്. അള്ളാഹ് പറഞ്ഞതെല്ലാം പറ്റുന്നതാണ്, പാലിച്ചേ പറ്റൂന്നല്ലേ. പറ്റാത്തത് കൽപ്പിക്കൂല. അള്ളാഹ് കൽപ്പിച്ചതെല്ലാം പറ്റുന്നതാണ്. അത് നടക്കുമോ, അത് നമ്മളെ കൊണ്ടാവോ എന്നൊക്കെ ഇല്ല, പറ്റുന്നതായിരിക്കും. അത് ആശ്വസിപ്പിക്കാനുള്ള ഓരോ വ്യക്തിക്കും ബോധപൂർവം സമ്പാദിച്ചതിന്റെ പുണ്യമാണ് ഉണ്ടാവുക. അപ്രകാരം തന്നെ അബദ്ധം പണിഞ്ഞതല്ല, ബോധപൂർവം ചെയ്ത കുറ്റത്തിന് ശിക്ഷ ലഭിക്കുകയുമുള്ളൂ. എന്ത് സഹാബത്ത് പരാതിപ്പെട്ടത്? ഞങ്ങളുടെ മനസ്സിൽ വരുന്ന ചിന്തകൾ അത് ഞങ്ങൾ പുറത്തു പറയുന്നില്ല, അത് തെറ്റാണെന്ന് ചെയ്യുന്നുമില്ല, മനസ്സിൽ വന്നു പോകല്ലേ, ഞങ്ങൾക്ക് തടയാൻ പറ്റുന്നില്ല. അള്ളാഹ് പറയുന്ന അതിനല്ല ശിക്ഷിക്കാൻ. ബോധപൂർവം ചെയ്യുന്നതൊക്കെ അതിന്റെ ഫലം ആ വ്യക്തി അനുഭവിക്കണം. നന്മയും അബദ്ധത്തിൽ സംഭവിക്കില്ല. നന്മ ചെയ്യുകയാണ് റബ്ബിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് തന്നെ ബോധപൂർവം ചെയ്യുന്ന നന്മക്കാണ് എന്താ അബദ്ധത്തിൽ ഇങ്ങനെ ആയിപ്പോയതിന് പറയില്ല. ബോധപൂർവം സമ്പാദിച്ചധ്വാനിച്ചുണ്ടാക്കിയെന്ന
അപ്പൊ നന്മയാണ് നിങ്ങൾ അധ്വാനിച്ചതെങ്കിൽ, ബോധപൂർവമാണെങ്കിൽ, നെയ്യത്തോടു കൂടിയാണെങ്കിൽ, ഈമാനോട് കൂടിയാണെങ്കിൽ അതിന്റെ കൂലി നിങ്ങൾക്കുണ്ട്. അതേപോലെ നിങ്ങൾക്ക് പറ്റുന്ന അബദ്ധത്തിനല്ല ശിക്ഷിക്കുക. ബോധപൂർവം നിങ്ങൾ തെറ്റ് ചെയ്താൽ അതിന്റെ കുറ്റം നിങ്ങൾ ഏൽക്കേണ്ടി വരും. കഴിഞ്ഞില്ല. റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീനാ ഔ അഖ്തഅനാ. നമ്മ ചെയ്യേണ്ട പ്രാർത്ഥന അല്ലാഹ് ഇങ്ങോട്ട് പഠിപ്പിച്ചരാ. റബ്ബനാ ലാ തുആഖിദ്നാ, റബ്ബേ നീ ഞങ്ങളെ പിടികൂടി ശിക്ഷിക്കല്ലേ. ഇൻ നസീനാ, മറന്നു പോകുന്ന കാര്യത്തിൽ, മറവി സംഭവിച്ചു കൊണ്ട് പറ്റുന്ന കാര്യത്തിൽ റബ്ബേ നീ ഞങ്ങളെ പിടികൂടല്ലേ. ഔ അഖ്തഅനാ, അബദ്ധം സംഭവിക്കുകയും ചെയ്യാമല്ലോ. മനഃപൂർവ്വമല്ല റബ്ബേ, ഒന്നുകിൽ മറന്നുപോയി അല്ലെങ്കിൽ ഉറങ്ങിപ്പോയി. റസൂലുള്ള പറഞ്ഞില്ലേ, ഉറങ്ങിക്കിടക്കുന്നവരിൽ നിന്ന്, മറന്നവരിൽ നിന്ന് പേന ഉയർത്തപ്പെട്ടിരിക്കുന്നു. അതിലൊന്നും എഴുതൂല. ചെറിയ കുട്ടി, അവന്റെ മേലേനും പേന ഉയർത്തപ്പെട്ടിരിക്കുന്നു. ആ കുട്ടിയുടെ തെറ്റിന് കുട്ടിന്റെ പേരിൽ ഒന്നും രേഖപ്പെടുത്തുകയില്ല. ഉറങ്ങിക്കിടക്കുന്ന മനുഷ്യൻ, മറന്നുപോയ മനുഷ്യൻ, അവനിൽ നിന്നും പേന ഉയർത്തപ്പെട്ടിരിക്കുന്നു. റബ്ബേ, ഞങ്ങൾ മറക്കുകയോ അബദ്ധം പറ്റുകയോ ചെയ്താൽ അപ്പേരിൽ ഞങ്ങളെ പിടികൂടി ശിക്ഷിക്കല്ലേ റബ്ബേ. റബ്ബനാ വലാ തഹ്മിൽ അലൈനാ ഇസ്റൻ കമാ ഹമൽതഹു അലൽ ലദീന മിൻ ഖബ്ലിനാ, ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ സമുദായങ്ങൾ, അവർക്ക് നീ നൽകിയ ഭാരപ്പെടുത്തിയ ഭാരങ്ങളെ ഞങ്ങളുടെ മേൽ ഭാരപ്പെടുത്തല്ല റബ്ബേ. ആ സമുദായങ്ങളുടെ ധിക്കാര മനസ്ഥിതി കൊണ്ട് അല്ലാഹു വലിയ ഭാരങ്ങൾ അവർക്ക് വെച്ചിരുന്നു. അത്തരം ഭാരങ്ങൾ ഞങ്ങളുടെ മേൽ ഏൽപ്പിക്കല്ലേ റബ്ബേ. റബ്ബനാ വലാ തുഹമ്മിൽനാ മാ ലാ ത്വാഖത ലനാ ബി, അതന്നെ ഞങ്ങൾക്ക് താങ്ങാൻ പറ്റാത്ത ഭാരം, ഞങ്ങൾക്ക് സാധിക്കാത്ത ഭാരം ഞങ്ങളുടെ മേൽ ഏൽപ്പിക്കല്ലേ റബ്ബേ. വഅഫു അന്നാ, ഞങ്ങൾക്ക് നീ മാപ്പ് നൽകണേ റബ്ബേ. വഗ്ഫിർ ലനാ, ഞങ്ങൾക്ക് പൊറുത്തു തരണമേ. വർഹംനാ, റബ്ബേ നീ ഞങ്ങളോട് കരുണ കാണിക്കണേ. അന്ത മൗലാനാ, റബ്ബേ നീ തന്നെയാണ് ഞങ്ങളുടെ യജമാനൻ, അതുകൊണ്ട് നീയാണ് ഞങ്ങൾക്ക് പൊറുക്കേണ്ടത്, ഞങ്ങൾക്ക് കരുണ ചെയ്യേണ്ടത്, മാപ്പ് നൽകേണ്ടതും റബ്ബേ നീ തന്നെയാകുന്നു. ഫൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ. ഈ യാഥാർത്ഥ്യങ്ങളെ, അള്ളാഹുവിനെ തന്നെ, അള്ളാഹിന്റെ കിതാബിനെ, ദൂതന്മാരെ നിരാകരിക്കുന്ന സത്യനിഷേധികൾക്കെതിരെ ഞങ്ങളെ സഹായിക്കണമേ റബ്ബേ. ഇതിനിടയിൽ ഒരു വാക്ക് വന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ? വളരെ ശ്രദ്ധിക്കണം. നമ്മുടെ സമുദായത്തെ എങ്ങനെ പുരോഹിതന്മാർ വഞ്ചിക്കുന്നു എന്നത് കണ്ടുപിടിക്കാൻ പറ്റും. ഇതൊക്കെ നിങ്ങൾക്ക് മനപ്പാടെന്നല്ലേ പറഞ്ഞത്. റസൂലൊക്കെ എന്ന് ഓതും, ഉറങ്ങണതിന് മുമ്പ് ഓതും. ഇവിടെ ഒരു വാക്ക് ഉപയോഗിച്ചു, വഅഫു അന്നാ, റബ്ബേ നീ ഞങ്ങൾക്ക് മാപ്പ് നൽകണേ. വഗ്ഫിർ ലനാ, പൊറുത്തു തരണേ. വർഹംനാ, കരുണ ചെയ്യണം. അന്ത മൗലാനാ, നീയാണ് ഞങ്ങളുടെ മൗല. ഇന്നലെ പോലും ഞാൻ മൈക്കിലൂടെ കേട്ടു ഒരു സ്വലാ, നിങ്ങൾ കേൾക്കുന്നുണ്ടാവും. കേട്ടോര് ഓർത്തു വെക്കുക. ചതിക്കുന്നത്, അറിവില്ലാത്ത പാവങ്ങളെ ചതിക്കുന്നത് എന്താ? അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന വ മൗലാനാ മുഹമ്മദ്. സ്ഥിരാണ് ചില മഹല്ല് പള്ളിയിൽ നിന്നൊക്കെ, ഞങ്ങളടുത്തുള്ള പള്ളിയിൽ നിന്ന് മൈക്കിൽ കൂടെ വെള്ളിയാഴ്ച രാവിലെ ഇവിടെ എന്താ അള്ളാഹ് പറഞ്ഞത്? റബ്ബേ നീ തന്നെയാണ് ഞങ്ങളുടെ മൗല. അവിടെ റസൂലിനെ മൗലാനാക്കണം. അള്ളാഹ് എന്താ സലാത്ത്? ആ സലാത്തിന് എന്താ പറയുക? റസൂൽ പഠിപ്പിച്ച സലാത്തല്ല കേട്ടോ. റസൂൽ ഇത്രയും പഠിച്ചുള്ളൂ. നിങ്ങൾ കേട്ടു കൊത്തുപട തുടക്കത്തിൽ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് അലാ. ഈ സയ്യിദിനെ പറഞ്ഞത് റസൂലിനകത്ത് ഇഷ്ടമല്ല, മൗലാന പറയുന്നത് അള്ളാഹുവിന്റെ റസൂലിന് ഇഷ്ടമല്ല. കാരണം മൗല അള്ളാഹു ആണ്. നീയാണല്ലോ ഞങ്ങളുടെ യജമാനൻ മൗല എന്ന് ഖുർആൻ പഠിപ്പിക്കുമ്പോ റസൂലിനെ മൗലയാക്കാണ് പുരോഹിതന്മാര്. റസൂലിനെ പഠിപ്പിക്കാത്ത സലാത്താണ്. നിങ്ങൾ കേട്ടിട്ടില്ലത്?
സ്ഥിരം കേൾക്കുന്നില്ല നിങ്ങളെ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന വമൗലാന മുഹമ്മദ്, ഞങ്ങളുടെ നേതാവും ഞങ്ങളുടെ യജമാനുമായ മുഹമ്മദ് നബിക്ക് രക്ഷ നൽകണേ റബ്ബേ എന്ന് തന്നെയാണ് പ്രാർത്ഥന. പക്ഷെ മൗല അല്ലാഹുവാണ്, ഖുർആനിൽ വന്നതാണ്, നമുക്ക് മാറ്റാൻ പറ്റില്ല. അല്ലാഹുവാണ് നമ്മുടെ യജമാനൻ, നമ്മളെല്ലാം അടിമകളാണ് പ്രിയപ്പെട്ടവരെ. അപ്പോൾ ഇത് പ്രാർത്ഥനയാണ്, ഇത് പ്രത്യേകം ശ്രേഷ്ഠതയുള്ള വാക്യങ്ങളാണ്. ദുനിയാവിൽ നമുക്ക് ആശ്വാസവും പരലോകത്ത് റബ്ബിൻ്റെ മഗ്ഫിറത്തും മർഹമത്തും ലഭിക്കാൻ കാരണമാക്കി തീർക്കുന്ന വചനങ്ങളാണ്. ഇത് മനപ്പാഠം പഠിച്ച് വെറുതെ ഉരുവിടേണ്ടതല്ല, അറിഞ്ഞു ബോധ്യപ്പെട്ട് മനസ്സിൽ തട്ടി പറയാനുള്ളതാണ് പ്രിയപ്പെട്ടവരെ. ഇവിടെ നിങ്ങൾ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കണം. ഈ ആകാശലോകത്തു നിന്നും ഇറങ്ങി വന്ന മലക്കിനെ കുറിച്ച് പറഞ്ഞ 2 വെളിച്ചത്തെക്കുറിച്ച്. 100 ആമന റസൂൽ അൽ ബക്കറിന്റെ അവസാനത്തെ 2 100 സൂറത്തുൽ ഫാത്തിഹയാണ്. സാധാരണഗതിയിൽ മുസ്ലിങ്ങൾ മുഅ്മിനീങ്ങൾ ഖുർആനിൽ നിന്ന് എന്തെങ്കിലും അറിയുമെങ്കിൽ ഫാത്തിഹ അറിയും. അതിന് എന്തെങ്കിലും നിസ്കാരമൊക്കെ ഒക്കെ ബന്ധമുള്ള പൊതുവെ ഫാത്തിഹയെങ്കിലും അറിയും. മനപ്പാടില്ലാത്തത് കുറവാണ്. ഖുർആനിൽ നിന്ന് എന്തെങ്കിലും ഒരു അർത്ഥം പഠിക്കണമെന്ന് മോഹമുള്ളവരിൽ ആദ്യം അർത്ഥം പഠിക്കുക സൂറത്തുൽ ഫാത്തിഹയുടെ അർത്ഥം. ഞാൻ തീർത്തു പറയുന്നു, അധിക ആളുകൾക്ക് ഇപ്പോഴും അതിൻ്റെ പരിഭാഷ അറിയാമെന്നല്ലാതെ ആശയമോ പൊരുളോ അറിയില്ല. അധിക പേർക്ക് ആർക്കും അറിയില്ല എന്ന് ഞാൻ പറയില്ല, മറിഞ്ഞ കാര്യമാണ്. അർത്ഥം അറിയാമെന്നാണ് ഞാൻ പറഞ്ഞത്, എല്ലാവർക്കും അർത്ഥം അറിയാം. ഈ കൊച്ചു കൊച്ചു വചനങ്ങളിൽ അല്ലാഹു ഒളിപ്പിച്ച രഹസ്യങ്ങൾ എന്തൊക്കെയാണ് എന്നും നാം പഠിക്കണം. അതും ഒരു നൂറാണ്, നമ്മുടെ ഉമ്മത്തിന് മാത്രം ലഭിച്ചതാണ്, വേറെ സമുദായത്തിന് അല്ലാഹു കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ഇൻഷാ അല്ലാഹു തൗഫീഖ് ചെയ്താൽ അടുത്ത ജുമുഅ മുതൽ ഖുത്ബ മുതൽ ഓരോ ആയത്തും ചെറുതാണല്ലോ ആയത്തുകളുടെ. ഫാത്തിഹയിലെ ആയത്തൊക്കെ ചെറുതല്ലേ, ഖുർആൻ മുഴുവൻ അതിനെ കൊള്ളിച്ചിരിക്കാൻ. ഖുർആൻ മുഴുവൻ ആ കൊച്ചു വചനങ്ങളിൽ അള്ള കൊള്ളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഖുത്ബ മിസ്സാവരുതെന്ന് പറയാനാണ് അത് ഞാൻ ഇപ്പോൾ ഓർമ്മിപ്പിച്ചത്. വൈകരുത് വരുന്നവൻ, കാരണം ആദ്യം തൊട്ട് വിശദീകരിക്കുമല്ലോ. നമ്മുടെ 45 സമയം കാണിച്ചിട്ട് ആ 12:45 മുതൽ അത് വിശദീകരിച്ച് തുടങ്ങുമല്ലോ, അതും കേൾക്കണ്ടേ നമ്മൾ. മുടങ്ങാതെ വരിക, പരമാവധി മനുഷ്യരല്ല, എന്തെങ്കിലും അത്യാവശ്യം വന്നത് നിവൃത്തിയില്ല, അല്ലാത്തവരൊക്കെ പരമാവധി ഈ വിഷയമാണ് തുടർച്ചയായി. ഫാത്തിഹയിലെ ഓരോ വചനത്തിനും അടങ്ങിയ രഹസ്യങ്ങൾ എന്തൊക്കെയാണ് എന്ന രീതിയിൽ അത് വിശദീകരിക്കാൻ ശ്രമിക്കുകയാണ്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. നമ്മൾ എന്നായി പഠിക്കാൻ പോകുന്നത് പ്രിയപ്പെട്ടവരോ, എന്നായി നമ്മൾ പഠിക്കാൻ പോകണം. ഇവിടെ സ്ഥിരം ജുമുഅക്ക് വന്ന സഹോദരൻ ഇന്നലെ രാത്രി മരണപ്പെട്ട് ജുമുഅക്ക് മറവാടി കഴിഞ്ഞു. ഇവിടെ കുറേ ആളുകൾ പങ്കെടുത്ത് അവിടെ ഇവിടെ ആയിട്ട് നിസ്കരിച്ച് വരാം. അല്ലാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കുകയും കരണം ചെയ്യുകയും ചെയ്യും. സ്ഥിരമായി ജുമുഅക്ക് വന്ന സഹോദരനാണ്. അതുപോലെ രോഗികളായിട്ടുള്ളവരുണ്ട്. ആ രോഗികളായവർക്കെല്ലാം പരിപൂർണ്ണ ശിഫ നൽകി സൗഖ്യം നൽകി അല്ലാഹു അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവർക്കും അല്ലാഹു പുറത്തു കൊടുക്കുകയും കരുണ ചെയ്യുകയും ചെയ്യട്ടെ. നമ്മളെല്ലാവരെയും യഥാർത്ഥ മുസ്ലിങ്ങളായി മുഅ്മിനീങ്ങളായി അല്ലാഹു മരിപ്പിക്കുകയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാ മിന്നാ വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك.